എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഖത്തറിലെ മുന്തസ പാർക്കിലാണ്. ഇപ്പോഴാണ് ഞാൻ ഈ മുത്തുമണീസിനെ ശ്രദ്ധിച്ചത്. മുത്തുമണിക്ക് കമ്പനി ആരും കിട്ടാഞ്ഞിട്ട് അവിടെ കിടക്കുന്ന പൂച്ചനെ കൊളുത്തിയാണ്ട് പോകാനാണ് അവൻ നോക്കുന്നത്. പക്ഷെ പൂച്ച സാറിന് കൂട്ടുകെട്ട് ഇഷ്ടമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവനവിടുന്ന് വീണ് പടഞ്ഞ് എണീറ്റ് പോണ് കണ്ടു. വൈകുന്നേരമായതുകൊണ്ട് തന്നെ കാലാവസ്ഥ നല്ല സുഖമുള്ളതാണ്. കുറച്ച് ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് മാത്രം. കുറച്ച് കാറ്റും കൂടെ ഉണ്ടെങ്കിൽ ഈ സമയം വളരെ അടിപൊളിയാണ്. ഈ പാർക്കിൽ ഒരു പ്രധാന സംഭവം കൂടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് കൂടാനും അതേപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പോട്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം, അതേപോലുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റൗ സെറ്റപ്പാണ് ഇത്. മാത്രമല്ല ഇവിടെ ഇരിക്കാം. പക്ഷേ ഈ പാർക്ക് തുറന്നതിന് ശേഷം ഇവിടെ ഞാൻ പല പ്രാവശ്യവും വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ വിസിറ്റേഴ്സ് ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട് ആരും ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ മൂടി വെച്ചിട്ടുള്ളത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ, ഒരു അടുപ്പാണ്. ചിലപ്പോൾ ഇത് ഒരുക്കിയിരിക്കുന്നത് ഹവർലി റെൻറ്റിനാവും, അല്ലെങ്കിൽ ദിവസേനയുള്ള റെൻറ്റിനാകും. പക്ഷേ ഈ സ്പോട്ടിൽ വന്ന് പലരും ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുമിച്ച് ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ വീട്ടിലും പുറത്തൊക്കെ ഇതേപോലെ മുറ്റത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇടം ഒരുക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനും ഇങ്ങനെ ഒരു ഒത്തുകൂടാനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാകുമല്ലേ. ഈ പാർക്കിൻ്റെ പച്ചപ്പും വൃത്തിയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ മനസ്സിൽ. എപ്പോഴും പുല്ലൊക്കെ വെട്ടി ഒതുക്കി അതേപോലെ തന്നെ ഏത് നേരം നനച്ച് അങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്കാണിത്. കുട്ടികൾക്കൊക്കെ സന്തോഷത്തോടെ കളിക്കാൻ 1-2 സ്പോട്ട് വേറെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ ജോഗിങ് ചെയ്യുന്നവർക്കുള്ള ട്രാക്ക് ഉണ്ട്, ഓടുന്നവർക്കുള്ള ട്രാക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ കാണുന്നതും ഇവിടെ ഒരുക്കിയിട്ടുള്ള മറ്റൊരു ബാർബിക്യൂ സ്പോട്ടാണ്, ഒരു ഗെറ്റ് ടുഗദർ സ്പോട്ടാണ്. ഇവിടുത്തെ ഓവൻ കുറച്ച് മുകളിലെ ടോപ്പ് മാറിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഈ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റൗ, ബർണർ ഇതെല്ലാം കൊടുന്ന് വെക്കാം. എന്നിട്ട് സെറ്റാക്കാം, ഒരുമിച്ചിരിക്കാം, ഭക്ഷണം കഴിക്കാം, സോറ പറയാം. ഇപ്പോൾ നേരം ഏകദേശം 6 മണിയോടടുക്കുന്നു. ഇവിടെ കുറച്ച് നേരം ഇരുന്നാൽ തന്നെ, ഇവിടെ കുറച്ച് നേരം നടന്നാൽ തന്നെ നമ്മുടെ എല്ലാ ക്ഷീണവും മാറിപ്പോകും. തിരക്കേറിയ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈകിട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടേക്കൊന്ന് വന്ന് ഇരിക്കാറുണ്ട്.